ഈ വീഡിയോയിൽ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ, ഇഫ് എഫ് ഓഫ് എൻ ഈസ് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ദെൻ എ ഇൻറ്റു എഫ് ഓഫ് എൻ ഈസ് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. വേറൊന്നുമില്ല, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എന്നിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും അത് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ തന്നെയായിരിക്കും. അതായത് അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതിനൊരു എക്സാമ്പിളും താഴെ കൊടുത്തിട്ടുണ്ട്. 2n² + 5, അതിൻ്റെ ബിഗ് ഓ നൊട്ടേഷൻ എന്താണ്? n² ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 2 മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അതെന്താവും? 4n² + 10 എന്നാവും. ബട്ട് സ്റ്റിൽ ജി ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ബിഗ് ഓ ഓഫ് n² തന്നെയായിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിഫ്ലെക്സിറ്റിയാണ്. അതായത് എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും തീറ്റ ഓഫ് എഫ് ഓഫ് എന്നും ഒമേഗ ഓഫ് എഫ് ഓഫ് എന്നും വരുന്നത്. അതിൻ്റെ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് n² ആണ്. ബിഗ് ഒമേഗയും n² ആണ് വന്നിരിക്കുന്നത്. ബിഗ് ഓയും n² ആണ്. തീറ്റയും n² തന്നെയാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാൻസിറ്റിവിറ്റി. എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് എച്ച് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് എച്ച് ഓഫ് എൻ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എൻ എന്ന് വിചാരിക്കുക. ജി ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്? ബിഗ് ഓ ഓഫ് എച്ച് ഓഫ് എൻ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇക്വേഷനിൽ ജി ഓഫ് എന്നിന് പകരം നമ്മൾ രണ്ടാമത് ജി ഓഫ് എന്നിൻ്റെ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് എച്ച് ഓഫ് എൻ. ബിഗ് ഓ ഓഫ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജി ഓഫ് എൻ തന്നെയാണ്. അതാണ് ട്രാൻസിറ്റിവിറ്റിയിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് n, ജി ഓഫ് എൻ n², എച്ച് ഓഫ് എൻ n³. നമ്മളപ്പോൾ എന്തെഴുതും? ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് n ഈസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് n² ആണ്. അതുപോലെ n² എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം n² എന്ന് പറയുന്നത് ബിഗ് ഓ ഓഫ് n³ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ട്രാൻസിറ്റിവിറ്റി വരുമ്പോൾ? n ഈസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് n³ എന്ന് പറഞ്ഞാലും കറക്റ്റായിരിക്കും. ഇനി അതിന് നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബിഗ് ഓ അല്ലേ? സെയിം കാര്യം തന്നെയാണ് ബിഗ് ഒമേഗയിൽ നടക്കുന്നത്. എഫ് ഓഫ് എൻ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ ആണ്. ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഒമേഗ ഓഫ് എച്ച് ഓഫ് എൻ ആണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒമേഗ ഓഫ് എച്ച് ഓഫ് എൻ എന്നും വരാം. ഇനി തീറ്റ എന്ന് പറയുമ്പോഴോ എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ ആണ്. ജി ഓഫ് എൻ എന്ന് പറയുന്നത് തീറ്റ ഓഫ് എച്ച് ഓഫ് എൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് എച്ച് ഓഫ് എൻ ആയിരിക്കും. പിന്നെ വേറെ രണ്ട് കണ്ടീഷൻസോട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലിറ്റിൽ ഓയും ലിറ്റിൽ ഒമേഗയും. സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. എഫ് ഓഫ് എൻ ഈക്വൽ ടു ലിറ്റിൽ ഓ ഓഫ് ജി ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ലിറ്റിൽ ഓ ഓഫ് എച്ച് ഓഫ് എൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ലിറ്റിൽ ഓ ഓഫ് എച്ച് ഓഫ് എൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ലിറ്റിൽ ഒമേഗ ഓഫ് എച്ച് ഓഫ് എന്നും വരും. അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ. എല്ലാം സെയിം കാര്യം തന്നെ. എല്ലാ പ്രോപ്പർട്ടിയുടെയും നമ്മൾ ഒന്നുകൂടെ എടുത്തെഴുതിയെന്നേ ഉള്ളൂ, എല്ലാ നൊട്ടേഷൻസിൻ്റെയും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ് സിമെട്രി. സിമെട്രി ഒരു കണ്ടീഷനിൽ മാത്രമേ ട്രൂ ആവത്തുള്ളൂ, അതായത് തീറ്റ നൊട്ടേഷൻ. സിമെട്രി നൊട്ടേഷൻ ഈസ് ട്രൂ ഓൺലി ഫോർ തീറ്റ നൊട്ടേഷൻ. ഇഫ് എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എഫ് ഓഫ് എൻ. അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് n² ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്തായിരിക്കണം? തീറ്റ ഓഫ് n² ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സിമെട്രി ആയിരിക്കും. അതെല്ലാം നമുക്ക് മനസ്സിലാവും, കാരണം നമ്മൾ നേരത്തെ പണ്ടേ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെ ഇവിടെ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാൻസ്പോസ് സിമെട്രി. എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ. നമ്മൾ പണ്ട് ABC വെച്ചിട്ട് പഠിച്ചിട്ടില്ലേ? ആ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ആണ്. എപ്പോൾ ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ ആണെങ്കിൽ മാത്രം. എക്സാമ്പിൾ, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് n ആണ്, ജി ഓഫ് എൻ എന്ന് പറയുന്നത് n² ആണ്. അപ്പോൾ അതെങ്ങനെ വരും? എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് n² എന്ന് വരും. അപ്പോൾ എന്താണ്? n² എന്ന് പറയുന്നത് ഒമേഗ ഓഫ് n ആയിരിക്കണം. അത്രേ പറയുന്നുള്ളൂ. ഈ താഴത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിഫൈൻ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റേറ്റ്. അതായത്
നമ്മൾ നേരത്തെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ്റെ വീഡിയോസിലെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ ഈ താഴെ തന്നേക്കുന്ന ആ ഒരു ഫങ്ഷൻസിനെ ഇൻക്രീസിങ് ഓർഡർ അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റേറ്റിൽ എഴുതണം. ഇതാണ് ഹോംവർക്ക്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ കമൻ്റായിട്ട് ഇടുക. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ഇട്ടാൽ മതി. കറക്റ്റ് ആൻസർ ഞാൻ റിപ്ലൈ ആയിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.